നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നിന്നും അമരമ്പലം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങിയ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ കൊളത്തൂത്തറ സ്വദേശി മനക്കോട്ട ജിത്തുവിനെ പിടികൂടി പോലീസ്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, കോടതി പരിസരം എന്നിവിടങ്ങളിൽ K9 ഡോഗ് സ്ക്വാഡ്, ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡുകൾ പരിശോധന നടത്തി. കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ട ആദിവാസി യുവാവിനെ രക്ഷപ്പെടുത്തി നിലമ്പൂർ പോലീസ്. താമരശ്ശേരി ഇങ്ങാപ്പുഴ സ്വദേശിയായ 22-കാരൻ രവീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത്. വനം DFO ഓഫീസ് കോമ്പൗണ്ടിലെ മരത്തിൽ കയറി 6 മണിക്കൂറോളം ആത്മഹത്യാ ഭീഷണി മുഴക്കി 2 ആദിവാസി യുവാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്. നിലമ്പൂരിലെ പ്രമുഖ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായത്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നിന്നും അമരമ്പലം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങിയ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ കൊളത്തൂത്തറ സ്വദേശി മനക്കോട്ട ജിത്തുവിനെ പിടികൂടി പോലീസ്. നിലമ്പൂർ DYSPക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘമാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 24ഓളം കളവ് കേസുകളിലെ പ്രതിയായ മോഷ്ടാവ് ജിത്തുവിനെ കോഴിക്കോട് നിന്നും പിടികൂടിയത്. ഒക്ടോബർ 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാമ്പോയിലിലെ പന്നിക്കോട്ടിൽ സുരേഷിന്റെ വീട്ടിൽ നിന്നും 2.5 പവന്റെ സ്വർണവും 4 ലക്ഷത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് ജിത്തുവിനെ അറസ്റ്റ് ചെയ്തത്. പകൽ സമയത്ത് ആളില്ലാത്ത നേരം നോക്കി സുരേഷിന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയും മേശയും കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. ഇതിനുശേഷം കോഴിക്കോട്ടേക്ക് കടന്ന പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. പൂക്കുട്ടപ്പാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പിന്നീട് DYSPക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയുണ്ടായി. 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത്. ജിത്തു ഒരു ദിവസത്തിന് മാത്രം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങുകയായിരുന്നു. ജിത്തു മാമ്പോയിലെത്തി കൃത്യം നടത്തുവാൻ ആരുടെയെങ്കിലും സഹായമുണ്ടായോ, കൂട്ടുപ്രതികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജിത്തുവിനെ മോഷണം നടത്തിയ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തി. നിലമ്പൂർ DYSP സാജു K എബ്രഹാം, പൂക്കോട്ടുപാടം ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI ജെയിംസ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബിർ അലി, സജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജേഷ്, CK കൃഷ്ണദാസ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, കോടതി പരിസരം എന്നിവിടങ്ങളിൽ K9 ഡോഗ് സ്ക്വാഡ്, ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡുകൾ എന്നിവർ പരിശോധന നടത്തി. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജില്ലയിലും വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചും സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. പോലീസ് ഡോഗ് ബ്രൂട്ടസിന്റെ സഹായത്തോടെയാണ് പരിശോധന. റെയിൽവേ സ്റ്റേഷൻ കെട്ടിട പരിസരങ്ങളിലും ട്രെയിനുകൾക്കുള്ളിലും KSRTC കെട്ടിടത്തിലും കോടതിക്കകത്തും പരിസരങ്ങളിലും സംഘം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി. കുഴിയിൽ വീണ അപകടത്തിൽപ്പെട്ട ആദിവാസി യുവാവിനെ രക്ഷപ്പെടുത്തി നിലമ്പൂർ പോലീസ്. താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ 22-കാരൻ രവീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 12 മണിയോടെ കൺട്രോൾ റൂമിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. ഒരു യുവാവ് നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണ് കിടക്കുന്നു എന്നും സഹായം വേണമെന്നും കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ്. രാത്രി നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI TP മുസ്തഫയും സീനിയർ CPO നിബിൻ ദാസും ഉടൻ തന്നെ യുവാവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും കുഴിയിൽ വീണ് കിടക്കുകയാണ്, സ്ഥലം എവിടെയാണെന്ന് അറിയില്ല എന്നായിരുന്നു മറുപടി. തുടർന്ന് യുവാവ് വിളിച്ച ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ മമ്പാട് ടാണ ഭാഗത്താണ് യുവാവുള്ളതെന്ന് പോലീസ്
പോലീസിന് മനസ്സിലായി. പരിഭ്രാന്തനായ യുവാവിനെ ഫോണിലൂടെ ധൈര്യം പകർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ടാണയിൽ പുഴക്കടവിലേക്ക് പോകുന്ന റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപം 10 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തി. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച കോണി വഴി യുവാവിനെ കരക്കെത്തിച്ചു. സാരമായി പരിക്ക് പറ്റിയതിനാൽ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ 22-കാരൻ രവീനാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത്. ബന്ധുക്കളോടൊപ്പം പൈനാപ്പിൾ കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനാണ് രവീൺ നിലമ്പൂരിലെത്തിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം ഡിപ്പോയിലാണ് ഇവർ താമസിച്ചിരുന്നത്. കൂടെയുള്ളവരോട് പറയാതെ രാത്രി താമരശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ബസ് കിട്ടാതെ വന്നപ്പോൾ മമ്പാട് ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി രക്ഷപ്പെടാൻ ഓടിയപ്പോൾ കുഴിയിൽ വീണു എന്നാണ് രവീൺ പോലീസിനോട് പറഞ്ഞത്. രക്ഷപ്പെടാൻ കഴിയാതെ വന്നതോടെ പോലീസിന്റെ അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള 112ലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടുകയായിരുന്നു. യുവാവിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. വനം DFO ഓഫീസ് കോമ്പൗണ്ടിലെ മരത്തിൽ കയറി 6 മണിക്കൂറോളം ആത്മഹത്യാ ഭീഷണി മുഴക്കി 2 ആദിവാസി യുവാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണിയുമായി ആദിവാസികൾ മരത്തിൽ കയറിയത്. വനം DFO ഓഫീസ് കോമ്പൗണ്ടിലെ മരത്തിൽ കയറി 6 മണിക്കൂറോളം ആത്മഹത്യാ ഭീഷണി മുഴക്കി 2 ആദിവാസി യുവാക്കൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് സമരം അവസാനിച്ചത്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണിയുമായി ആദിവാസികൾ മരത്തിൽ കയറിയത്. DLC അടിയ ചോട്ടൊക്കെ നോടക്കില്ല ഒപ്പിച്ചില്ലേ കരുളായി വനത്തിലെ മുണ്ടക്കടവ് നഗറിൽ താമസിക്കുന്ന ബാബുരാജ്, വിനീത് എന്നിവരാണ് നിലമ്പൂർ സൗത്ത് DFO ഓഫീസ് കോമ്പൗണ്ടിലെ പാലമരത്തിൽ കയറിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ മരത്തിൽ 20 മീറ്ററോളം മുകളിൽ കയറിയ ഇവർ രാത്രി 6:30യോടെയാണ് ഇറങ്ങിയത്. പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വനാവകാശ നിയമപ്രകാരം ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദിവാസികൾ വനം വകുപ്പിനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഏക്കർ വീതം ഭൂമി ലഭിക്കുവാൻ 2019 53 പേർ അപേക്ഷ നൽകിയെങ്കിലും 18 പേർക്ക് 2 ഏക്കർ വീതമാണ് ഇതുവരെ അനുവദിച്ചത്. അതിന്റെ രേഖ വിതരണം ചെയ്തിട്ടുമില്ല. ഇത് സംബന്ധിച്ച് DFOയുമായി ചർച്ച ചെയ്യുവാൻ രാവിലെ 11ഓടെയാണ് ചേമ്പുകല്ല് നഗറുകാരും ഇപ്പോൾ മുണ്ടക്കടവിൽ താമസക്കാരുമായ 10ഓളം പേർ DFO ഓഫീസിലെത്തിയത്. അധികൃതരുമായുള്ള ചർച്ചയിൽ അനുകൂല തീരുമാനമാവാത്തതിനെ തുടർന്നാണ് 2 പേർ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഉടൻ തന്നെ വനപാലകരും പോലീസും ഇവരെ താഴെ ഇറക്കുവാനുള്ള ശ്രമം തുടർന്നുവെങ്കിലും സാധ്യമായില്ല. നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ, നിലമ്പൂർ DYSP സാജു K ഇബ്രഹാം, നോർത്ത് DFO ധനേഷ് കുമാർ തുടങ്ങിയവർ നിരവധി തവണ ആദിവാസികളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്ന് സൗത്ത് DFOയുമായി ആദിവാസികളും പൊതുപ്രവർത്തകരും വാക്തർക്കമുണ്ടായി. അതിനിടെ DFOയെ തടയുവാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് DFOയ്ക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. വൈകുന്നേരം 5:30യോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു സ്ഥലത്തെത്തി നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ, നിലമ്പൂർ DYSP സാജു K ഇബ്രഹാം, നോർത്ത് DFO ധനേഷ് കുമാർ എന്നിവരുമായി ചർച്ച നടത്തി. തീരുമാനം അറിയിച്ച ശേഷമാണ് ആദിവാസികൾ പിന്മാറിയത്. ഭൂമി വിതരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ DLC ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ DLC ചേരുവാൻ പ്രത്യേക അനുമതി തേടും. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് പതിച്ചു നൽകുവാൻ സർവേ നടത്തി കണ്ടെത്തിയ 106 ഏക്കർ ഭൂമി ചേമ്പുകൊല്ലിയിൽ താമസിച്ചിരുന്നവർക്ക് തന്നെ വീതിച്ചു നൽകും. വനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന 2005-ൽ പ്രായപൂർത്തിയാവാത്ത അപേക്ഷകർക്ക് കൂടി ഭൂമി ലഭ്യമാക്കുവാൻ അവരുടെ പ്രായപൂർത്തിയായ മാതാപിതാക്കൾക്ക് ഭൂമി കൈമാറും.
തുടർന്ന് 2005-ൽ പ്രായപൂർത്തിയാവാത്തവർക്ക് ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തഹസിൽദാർ ആദിവാസികൾക്ക് ഉറപ്പു നൽകി. തുടർന്ന് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആദിവാസി യുവാക്കളുമായി തഹസിൽദാർ ഫോണിൽ സംസാരിച്ച് തീരുമാനം അറിയിച്ച് അനുനയിപ്പിച്ചാണ് മരത്തിൽ നിന്നും ഇറക്കിയത്. അതേസമയം അധികൃതരുടെ ഉറപ്പിൽ ഒരു പ്രതീക്ഷയുമില്ലെന്നും നിരവധി തവണ തങ്ങളെ വഞ്ചിച്ചതാണെന്നും മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ബാബുരാജും വിനീതും പറഞ്ഞു. ഒരുപാട് പ്ലസ് 1 പ്ലസ് 2 കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിട്ട് ഞങ്ങളുടെ കാട്ടിൽ പോയിട്ട് പച്ചമരുന്ന്, നാഗന്തി, ഊരല്, മുഖേല് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുത്തിക്കുവച്ചിട്ട് ഞങ്ങൾ ജീവിക്കണം. വനം വകുപ്പും ITTPയും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ആദിവാസികളുടെ അവകാശം നിഷേധിക്കുകയാണെന്നും സർവേ നടത്തി ഭൂമി കണ്ടെത്തിയിട്ടും വിതരണം നടത്തുന്നില്ലെന്നും ഇവർ പറഞ്ഞു. ഇവരെ താഴെ ഇറക്കുവാൻ നിലമ്പൂർ CITS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തുണ്ടായിരുന്നു. നിലമ്പൂരിലെ പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായത്. സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിയുണ്ടായത്. നിലമ്പൂർ പോലീസ് എത്തിയതോടെ വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥികൾ അടിപിടിയുണ്ടാക്കിയിരുന്നു. 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ 48 വയസ്സുകാരന് 30 വർഷം കഠിന തടവും 30,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. കരുളായി താഴെ പിലാക്കോട്ടുപാടം കൊളങ്ങര വീട്ടിൽ ഹൈദരലിക്കെതിരെയാണ് നിലമ്പൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജ് KP ജോയ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചാൽ തുക അതിജീവന് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 9 മാസം അധിക തടവ് അനുഭവിക്കണം. 2022 ജൂൺ 2021 മാർച്ച് മാസത്തിനും ഇടയിലുള്ള 4 ദിവസങ്ങളിലായാണ് കുറ്റകൃത്യം നടത്തിയത്. പൂക്കോട്ടുപാടം പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ CN സുകുമാരനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉമ്മുൽ സമീമ കേസ് അന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി. 17 സാക്ഷികളെ വിസ്തരിക്കുകയും 27 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PC ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. 1.5 വർഷം മുൻപ് കളഞ്ഞുപോയ വിവാഹമോതിരം തിരികെ ലഭിച്ച സന്തോഷത്തിലാണ് ദീപ്തി. തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളികൾക്കാണ് മോതിരം കിട്ടിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ മലമ്മൽ വിലാസിനി, ചന്ദ്രിക, ലീല, സുധാമണി, ലക്ഷ്മി, സുശീല, മിനി എന്നിവർ ചക്കാലക്കുത്ത് റോഡരികിലെ ഡ്രൈനേജിൽ നിന്നും മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ എടുത്തു വരികയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വിലാസിനിക്ക് സ്വർണ്ണ മോതിരം മണ്ണിൽ നിന്നും കണ്ടുകിട്ടുന്നത്. സമയത്ത് മണ്ണ് കോരിയത് ഞങ്ങള് മണ്ണ് കോരിയിടുന്ന കുടുംബം രാത്രി മണ്ണ് കോരുന്ന സമയത്താണ് കിട്ടിയത്. സ്വർണ്ണമൊന്നും കരുതിയിട്ടില്ല. കിട്ടിയത് കയ്യിൽ വെച്ച്. ഒന്നര ഒരാൾ ഞങ്ങളോട് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മൊബൈൽ അയാളെ കണ്ടാൽ ഞങ്ങൾ പറയണം കരുതി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ കടക്കാരൊന്ന് വിളിച്ച് പറഞ്ഞത്. ഞങ്ങളോട് ചോദിച്ചു ആരുടേതാണ് എങ്ങനെ കൈമാറും എന്നോർത്തിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കച്ചവടക്കാരൻ ഇതേപ്പറ്റി അന്വേഷിക്കുന്നത്. 1.5 വർഷം മുൻപ് വടക്കുംപാടം സ്വദേശിയായ നിധിന്റെ മോതിരം ഈ ഭാഗത്ത് കളഞ്ഞുപോയതും തിരഞ്ഞതും സമീപത്തുള്ളവർക്ക് അറിയാമായിരുന്നു. തുടർന്നാണ് ഉടമയ്ക്ക് വിവരം ലഭിക്കുന്നത്. നിധിന്റെ ഭാര്യ ദീപ്തി സ്ഥലത്തെത്തുകയും തൊഴിലാളികളിൽ നിന്നും മോതിരം ഏറ്റുവാങ്ങുകയും ചെയ്തു. പറയാനാവാത്ത സന്തോഷത്തിൽ സമ്മാനവും നൽകിയാണ് ഇവർ മോതിരവുമായി മടങ്ങിയത്. മോതിരം തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നതായി ദീപ്തി പറഞ്ഞു. മോതിരം ഒരു 1.5 കൊല്ലം മുന്നേ പോയതാണ്. ഇന്ന് രാവിലെ ആരെ വിളിച്ചതെന്ന് അറിയില്ല. ഇങ്ങനെ പണി നടക്കുന്നുണ്ട്, ചിലപ്പോൾ കിട്ടും, ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് നോക്കി. അപ്പോൾ ഉണ്ടായിരുന്നില്ല.
കടക്കാരോട് പറഞ്ഞേൽപ്പിച്ചു ഒന്ന് വന്നാൽ പറയണം എന്നുള്ളത്. ഇവർ വന്ന് പറഞ്ഞു. എനിക്ക് മോതിരം കിട്ടി. ഒരുപാട് സന്തോഷം. ഗോത്രവിഭാഗം കുട്ടികൾ പഠിക്കുന്ന നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലെ SPC സൂപ്പർ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സല്യൂട്ട് സ്വീകരിച്ചു. പരേഡ് കമാൻഡർ ആദിൽ കുമാറിന്റെ നേതൃത്വത്തിൽ സെക്കൻഡ് ഇൻ കമാൻഡ് അനന്യ, പ്ലാറ്റൂൺ കമാൻഡർമാരായ S ശ്യാമിലി, C ജയേഷ് എന്നിവർ പരേഡ് നയിച്ചു. ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ C ഇസ്മായിൽ, സീനിയർ സൂപ്രണ്ട് അജീഷ് പ്രഭ, സ്കൂൾ പ്രിൻസിപ്പൽ A ഗോപകുമാർ, മാനേജർ ഉസ്മാൻ എന്നിവർ ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു. കുട്ടികൾക്ക് മാതൃകാപരമായ പരിശീലനം നൽകിയ സിവിൽ പോലീസ് ഓഫീസർ വിവേക്, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ K അജ്മൽ, KC ജിതിൻ, CPO KR പ്രകാശൻ, SCPO TR അനൂപ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ജനശിക്ഷൻ സംസ്ഥാനത്തിന്റെ കീഴിൽ പരിശീലനം നേടിയവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. നിലമ്പൂർ കനോലി പ്രവേശന കവാടത്തിന് സമീപമാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. PV അബ്ദുൽ വഹാബ് MP സ്റ്റാളുകൾ സന്ദർശിച്ചു. നമ്മൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അവരെ നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമ്മൾ വലിയ കൊടുക്കണില്ല. പക്ഷെ അവരുടെ കച്ചവടം എങ്ങനെയാണെന്ന് പഠിക്കുന്നത് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർ JSSന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വലിയ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലുണ്ടായ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ എക്സിബിഷനാണ്. എക്സിബിഷൻ കാണാൻ വേണ്ടിയുള്ളതാണ്. ദിശ എക്സിബിഷൻ 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. JSSന്റെ അപ്പാരൽ, ഫാഷൻ ഡിസൈനിംഗ് പഠിതാക്കളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിരുന്നു. JSS ഡയറക്ടർ V ഉമ്മർ കോയ, P അർഷദ്, സാജിദ, സ്മിഷ, രതി സുധീർ എന്നിവർ നേതൃത്വം നൽകി. ഉൽപ്പന്നങ്ങളുടെ വിപണന രീതികൾ പഠിതാക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിനോദയാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. കരുവാരക്കുണ്ട് തൈക്കാടൻ മുഹമ്മദ് സനത്താണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. കൂട്ടുകാരോടൊത്ത് വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പുക്കോട്ടുപാടം പായമ്പാടത്ത് വെച്ച് ബൈക്ക് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ യുവാവിനെ നാട്ടുകാർ ഉടൻ പുക്കോട്ടുപാടം ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വനിതാ കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം നടത്തി. വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി സെറീന മുഹമ്മദ് അലി തൈകൾ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. നിലമ്പൂർ വിഷരഹിത പച്ചക്കറി മണ്ഡലമായി മാറ്റുന്നതിന്റെ മുന്നോടിയായി സ്വതന്ത്ര കർഷക സംഘം വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുത്ത വനിതാ കർഷകർക്കാണ് വിവിധ ഇനം പച്ചക്കറി തൈകൾ വിതരണം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് സീനത്ത് മുണ്ട അധ്യക്ഷത വഹിച്ചു. സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമ്മൽ സൈദലവി പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു. പരിപാടിയിൽ വനിതാ വിംഗ് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി സജിന അബ്ദുറഹ്മാൻ സംസാരിച്ചു. പരിപാടിക്ക് സമീറ ഉൽവാൻ, നൂർജഹാൻ, റസിയ P, ആയിഷ ഉപ്പട തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.